നമസ്കാരം. അല്പസമയം മുമ്പാണ് CPM MLA യും മുൻ മന്ത്രിയുമായ KT ജലീൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോയ്ക്ക് താഴെ അദ്ദേഹം ഒരു കുറിപ്പായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വകാര്യ സർവകലാശാല ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചെയ്ത പ്രസംഗമാണ് താഴെ. ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അല്പം നീണ്ടുപോയി. അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയാൽ സഹതപിക്കുകയേ നിർവാഹമുള്ളൂ. ലീഗ് കോട്ടയായ മലപ്പുറത്തു നിന്നാണല്ലോ തുടർച്ചയായി 4ാം തവണയും നിയമസഭയിലെത്തിയത്. സ്വാഭാവികമായും അല്പം ഉശിരു കൂടും. പക്ഷെ അത് മെക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്ര എളുപ്പം പിടികിട്ടിക്കൊള്ളണമെന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ വിഷയത്തിൽ സ്പീക്കർ AM ഷംസീറിനെ വളരെ കൃത്യമായി തന്നെ ആക്രമിക്കുന്ന വിമർശനമാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. AN ഷംസീർ KT ജലീലിൻ്റെ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രസംഗം അനുവദിച്ചിരിക്കുന്ന സമയം കടന്നു പോകുന്നു, അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. AN ഷംസീർ എന്ന സ്പീക്കറിനെതിരെ പ്രതിപക്ഷ MLA മാർ മാത്രമല്ല ഭരണകക്ഷി MLA മാരും വലിയ പരാതികൾ ഉന്നയിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. അതായത് പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ വലിയ യുദ്ധം തന്നെ, വലിയ വാക്പോര് തന്നെ ഈ സഭയിലുണ്ടായി. തനിക്ക് പ്രസംഗിക്കാൻ അവസരം നൽകുന്നില്ലെന്നും തൻ്റെ പ്രസംഗം നിരന്തരം സ്പീക്കർ തടസ്സപ്പെടുത്തുകയാണ് എന്നും പ്രതിപക്ഷ MLA മാർ നിരവധി തവണ പരാതിപ്പെടുകയുണ്ടായി. ആ പരാതി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഭരണപക്ഷത്തു നിന്നും ട്രഷറി ബെഞ്ചിൽ നിന്നും സമാനമായ ഒരു പ്രശ്നം ഉദിക്കുന്നത്. അതായത് സ്വകാര്യ സർവകലാശാല ബില്ലിനെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ സമയപരിധി വിട്ടതിനെ തുടർന്ന് സ്പീക്കർ 2 പ്രാവശ്യം ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ്. ഈ സംഭവമാണ് ഇപ്പോൾ KT ജലീൽ പരാമർശിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, മെക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവനല്ല ഞാൻ, മലപ്പുറത്തു നിന്നും വിജയിച്ചു വന്നവനാണ്, ലീഗിൻ്റെ കോട്ടയിൽ നിന്നും വിജയിച്ചു വന്നവനാണ്, അതുകൊണ്ടാണ് ഈ ഉശിര് കൂടിപ്പോകുന്നത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്താണ് KT ജലീൽ അർത്ഥമാക്കുന്നത്? അതായത് 2006 കുറ്റിപ്പുറം എന്ന ലീഗ് കോട്ടയിൽ നിന്നും സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തി KT ജലീൽ ആദ്യമായി നിയമസഭയിലേക്ക് വരുന്നത്. പിന്നീട് 2011 2016 2021 മണ്ഡല പുനർനിർണയത്തിന് ശേഷം തവനൂർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. AN ഷംസീർ ആകട്ടെ 2016 2021 വിജയിച്ചു വന്നത് കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ഉരുക്ക് കോട്ടയായ ഷുവർ സീറ്റിൽ നിന്നാണ് AN ഷംസീർ ജയിച്ചു വന്നത്. ഞാൻ ജയിച്ചു വന്നിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ നിന്നാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് കളിക്കണ്ട എന്ന് സ്പീക്കർക്ക് വളരെ കൃത്യമായ ഭീഷണിയും നിർദ്ദേശവും നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്ന് വ്യക്തമാണ്. സ്പീക്കറും MLA-യും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടായാൽ അക്കാര്യത്തിൽ സംസാരിച്ച് തീർക്കേണ്ടത് നിയമസഭയിലാണ്. പ്രതിപക്ഷ നേതാവ് പലതവണ സ്പീക്കറുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷെ പറയാനുള്ള കാര്യങ്ങളെല്ലാം നിയമസഭയിൽ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പുറത്തു പ്രതികരിക്കുന്നത്. പക്ഷേ KT ജലീൽ ഇവിടെ AN ഷംസീറിനെ അപ്പോഴൊന്നും പറയാതെ പുറത്തു വന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇതിന് നിയമസഭ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ലംഘനവുമില്ലേ എന്ന ചോദ്യം ഉയരുകയാണ്. അതുണ്ടായാലും ഇല്ലെങ്കിലും ഇത് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സ്പീക്കറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അത് ഏത് MLA-ക്ക് ആയിക്കോട്ടെ അങ്ങനെ ഉണ്ട് എങ്കിൽ അക്കാര്യങ്ങൾ അവിടെ തുറന്നു പറയേണ്ടതാണ്. അവിടെ പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ പുറത്തു പറയേണ്ടത്. പക്ഷേ ഈ ഭീഷണിക്കുള്ളിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മലപ്പുറത്തെ ലീഗ് കോട്ടയിൽ നിന്ന് ജയിച്ചതും തലശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്നും ജയിച്ചതും ഒന്നുമല്ല ഇവിടെ വിഷയം. KT ജലീൽ പറയാൻ ഉദ്ദേശിക്കുന്നതും അതല്ല. താൻ സഖാവാണ്, ഞാനും സഖാവാണ്, താൻ വെറും സഖാവാണ്, ഞാനൊരു മുൻ സിമി സഖാവാണ് എന്നാണ് KT ജലീൽ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് തന്നെ ഇതിൽ നിന്നും വിലയിരുത്തേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു.
മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.